മദ്യത്തിൻ്റെ ഉപയോഗം, കഞ്ചാവിൻ്റെ ഉപയോഗം വരെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാരണം മറ്റ് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഡ്രഗ്സിലേക്ക് നമ്മുടെ യുവതലമുറ മാറിക്കഴിഞ്ഞു. അതായത് ഇവർ ഡ്രഗ്സാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ കഞ്ചാവ് കണ്ടാൽ നമുക്കറിയാം. നമുക്ക് എത്ര പേർ കഞ്ചാവ് കണ്ടാൽ അറിയാം? പലർക്കും ഇത് കണ്ടാൽ അറിയത്തില്ല. ഇത് പോക്കറ്റിൽ കിടന്നാൽ, പേഴ്സിൽ കിടന്നാൽ. അതുപോലെ പുതിയ പുതിയ രൂപങ്ങൾ, സ്റ്റാമ്പ്, MDMA, ഇതെല്ലാം നമ്മൾ കണ്ടാൽ പോലും, ഒരു പോക്കറ്റിൽ ഇരുന്നാൽ പോലും നമുക്കിത് അറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ്. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ തൊട്ട് മുമ്പിരുന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ, ഞങ്ങൾ പഴയ ഒരു കേസിലെ ഒരു പ്രതിയെ പിടിച്ചാണ്. ഇവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവന് ഫിറ്റ്സ് പോലെ വരുവാണ്. അതവൻ സംസാരിക്കുന്നത് നോർമല്ല, കുഴഞ്ഞാണ് സംസാരിക്കുന്നത്. ഇവൻ പത്രത്തിലൊക്കെ ഫോട്ടോ ഒക്കെ വന്നതാണ്. ഇവൻ കഞ്ചാവ് ഉപയോഗിച്ചു, അതിനുശേഷം MDMAയിലേക്ക് പോയി, അത് പൊടിച്ചിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു ദിവസം ഇവൻ വലിച്ചു അല്ലെങ്കിൽ ഇൻജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ 27 ദിവസം, ഒരു രാത്രി ഉറക്കം കഴിയുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം നമുക്ക് ക്ഷീണമാണ്. 27 ദിവസം വരെ അവൻ ഉറങ്ങാതിരിക്കും. 21 മുതൽ 27 ദിവസം വരെ ഉറങ്ങാതിരിക്കാൻ കഴിയും. ഈ ഉറങ്ങാതിരിക്കുമ്പോൾ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കും, മറ്റ് ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കും, ഓൺലൈൻ ട്രാൻസാക്ഷൻ, ഇങ്ങനെ പല 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അത് വളരെ തന്ത്രപരമായി അതും പിന്നെ മറ്റൊരു അഡിക്ഷനിലേക്ക്, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഇവർ പോവുകയാണ്. ഒന്ന് ഉറക്കം ഒഴിയുന്നത്, പിന്നെ മൊബൈലിൻ്റെ അധിക യൂസ്, അതിലിങ്ങനെ ഓൺലൈൻ ഇങ്ങനെ പർച്ചേസ്, അങ്ങനെ പല തലത്തേക്ക് ഇവർ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം മദ്യം ഉപയോഗിക്കുന്ന പോലെ വലിയ സജ്ജീകരണങ്ങളോ, മദ്യത്തിൻ്റെ ആ ഒരു ഉന്മാദം കൂടിപ്പോയാൽ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അത് നഷ്ടമായി പോകും. പക്ഷേ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അങ്ങനല്ല. അത് ദിവസങ്ങളോളം വേണേലും നിൽക്കും. അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നവരുമുണ്ട്. നമ്മൾ പല ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വീഡിയോ കാണുന്നുണ്ട്. നമ്മൾ ഒരാൾ കൈ മുറിക്കുന്നൊരു വീഡിയോ നമ്മൾ കണ്ടാണ്, ഒരുപാട് ഷെയർ ഇങ്ങനെ വരുന്നതാണ്. അത് ഈ ഉന്മാദത്തിൽ ഇവർ ഒരു ബ്ലേഡ് എടുത്ത് ഇങ്ങനെ മുറിക്കുവാണ്, ഇത്രയും ഭാഗം കട്ടായി. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, മാതാപിതാക്കൾ, സഹോദരിമാർ, ഇവർക്കാർക്കും ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും കാണത്തുമില്ല. ഇവർ നല്ല ഒന്നാന്തരമായിട്ട് വീട്ടുകാരെ ഇവർ പറ്റിക്കും. ഇതിൽ പകുതി ഇപ്പോൾ ഗൾഫിൽ അച്ഛനുള്ള വീടുകളിൽ അമ്മയായിരിക്കും, ആ പൈസ ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം അമ്മയായിരിക്കും. അപ്പോൾ ഇവർ അമ്മയുടെ അടുത്ത് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഇവർ പൈസ വാങ്ങിക്കും. കോളേജ് ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേത് മറിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സുന്ദരമായിട്ട് അമ്മമാരെ അവർ പറ്റിക്കും. അച്ഛന്മാരെ പറ്റിക്കത്തില്ല എന്നല്ല, നമ്മുടെ മക്കളാകുമ്പോൾ നമ്മൾ പലതും വിശ്വസിച്ചു പോകും. നമ്മളെ അവർ പറ്റിക്കത്തില്ല എന്ന് നമുക്ക് 100% ബോധ്യമുണ്ടായിരിക്കും. പക്ഷെ അവർ നമ്മളെ നല്ല രീതിയിൽ നമ്മളെ പറ്റിക്കുമായിരുന്നു. കാരണം പല ആൾക്കാരെ നമ്മൾ റോഡിൽ വെച്ച് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും. വീട്ടുകാരെ നമ്മൾ വീട്ടിൽ ഫോൺ വിളിക്കുമ്പോൾ വീട്ടുകാരതൊന്നും അറിഞ്ഞു കാണത്തില്ല. അങ്ങനെ ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ആരെയും പേടിയില്ല. അധ്യാപകർക്ക് അവരെ അടിക്കാൻ പേടിയാണ് സ്കൂളിൽ. കാരണം എന്താ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ കൊട്ടേഷൻ, അവരെ മെസ്സേജ് അയച്ചാണ് ആൾക്കാരെ വരുത്തുന്നത്. ഞാൻ കൊട്ടാരക്കര ഇരുന്നപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിലെ അധ്യാപകൻ, എന്നെ ഫിസിക്സ് പഠിപ്പിച്ച അധ്യാപകൻ എന്നെ ഒരു ദിവസം ഫോണിൽ വിളിക്കുന്നു. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള വിഷയത്തിൽ ആ സാറിന് അടി കിട്ടി. അത് സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം. ആ പഠിച്ച സ്കൂളിൽ എന്നെ ഫിസിക്സ് പഠിപ്പിച്ച അധ്യാപകന്, അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വന്നപ്പോൾ അവിടെ പിള്ളേർ തമ്മിൽ ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ പുറത്തേക്ക് പോയി, അത് പൊളിറ്റിക്സായി മാറി. ഈ അധ്യാപകനെ അടിക്കാൻ സീനിയർ വിദ്യാർത്ഥികൾ വെളിയിൽ നിൽക്കുകയാണ്. പുള്ളി പേടിച്ച് എന്നെ വിളിച്ചു. അപ്പോൾ അങ്ങനൊരു സാഹചര്യമാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതിന് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാക്കപ്പ് ഉണ്ട്. ഈ കുട്ടികൾക്ക് സപ്പോർട്ടിനായി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വാട്സപ്പിൽ കണ്ടാണ് ഒരു കഞ്ചാവ് വലിക്കാൻ ഒരു കുട്ടിയെ പ്രേരിപ്പിക്കുന്ന ഒരു വീഡിയോ. മട്ടാഞ്ചേരി മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടാണ്. ഒരു വീഡിയോ കോൾ ചെയ്ത് അത് വലിക്കുന്ന രീതിയും അവരുടെ ഉന്മാദാവസ്ഥയും ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് കളർഫുള്ളായിട്ടാണ് ഇവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നമ്മളിതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് സംസാരിക്കണം. മുതിർന്നവർ കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യണം, സംസാരിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. നമുക്ക് ഇൻട്രാക്ഷൻ ഇല്ലാതെ പോകുമ്പോഴാണ് അവർക്ക് കൂട്ടുകെട്ടുകൾ കൂടുന്നത്. കാരണം അവർ സ്കൂളിൽ നിന്ന് വന്നൊരു ചെറിയ കാര്യം പറയാനായിരിക്കും അവർ വരുന്നത്. അപ്പോൾ നമുക്കത് തിരക്കായിരിക്കും, നമ്മൾ കേൾക്കത്തില്ല. നമ്മൾ നിർബന്ധമായിട്ട് അവരെ കേട്ടിരിക്കണം. ഇപ്പോൾ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോഴും എൻ്റെ അവസ്ഥ, കാരണം സ്റ്റേഷനിൽ നിന്നുള്ള കോളുകൾ വരും. അപ്പോൾ കൊച്ചുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ നമ്മളതിന് സമയം കണ്ടെത്തണം.
നമുക്ക് ആ സമയം അവർക്ക് കൊടുക്കുന്ന സമയം അവർ ഇപ്പോൾ 2 വയസ്സുള്ള കുട്ടിയായാലും 18 വയസ്സുള്ള കുട്ടിയായാലും അവർക്ക് നമ്മുടെ അറ്റൻഷൻ വേണം. അത് നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കണം എന്ന് അത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണ്. അത് കുട്ടികൾക്ക് അത് കൂടുതൽ. ഇപ്പോൾ വലിയൊരു 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു പിള്ളേരാണ് അവർ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല, അവർക്ക് പ്രോപ്പർ അറ്റൻഷൻ കിട്ടണം. അപ്പോൾ ഈ ടൈം നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അവരുടെ സ്കൂളിലെ വിശേഷങ്ങൾ ചുമ്മാ ചോദിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ സംസാരിച്ചിരിക്കണം. പെൺകുട്ടികളെ ഇരുത്തിക്കൊണ്ട് അങ്ങനെ പറയുന്നത് നമ്മൾ അങ്ങനെ വിശ്വാസമില്ലാത്തതെന്നല്ല, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. അവരോട് നമ്മൾ സംസാരിക്കണം ഫ്രീ ആയിട്ട്. കഴിവതും പെൺകുട്ടികൾ അമ്മമാരുടെ കൂടെ തന്നെ കിടക്കാൻ ശ്രമിക്കണം. അത് നമ്മുടെ ഒരു ഇതാക്കി എടുക്കുക. കാരണം പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് അവർക്ക് ഷെയർ ചെയ്യാനുള്ള അമ്മമാരോടായിരിക്കും. അവർക്ക് ഒറ്റയ്ക്ക് ഒരു ഫീലിംഗ്. നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് ഇന്നലെ ഒരു ആത്മഹത്യ നടന്നു. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി പോകുന്ന റൂട്ടിൽ 16 വയസ്സുള്ളൊരു കുട്ടി സൂയിസൈഡ് ചെയ്തു, 10ാം ക്ലാസ്. ഇതിനൊക്കെ റീസണൊന്നും ഒരു കാരണവുമില്ല. വൈകിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, രാത്രി റൂമിൽ കയറി കതവടയ്ക്കുന്നു. അപ്പോൾ അവർക്ക് ആ ഏകാന്തത, അവർക്ക് കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഒരാളില്ല. അതായിരിക്കും ഒരു കാരണം. അപ്പോൾ രാത്രി അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ആ ഫീലിങ്സിൽ അവർ കിടന്നുറങ്ങി. അവർക്ക് ആ ടെൻഷൻ വരുമ്പോൾ കാരണം അവർ ഷെയർ ചെയ്യുന്നില്ല, കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. അടുത്തുള്ള ആൾക്കാരുമായിട്ട് അവർ ഷെയർ ചെയ്യുന്നില്ല, അകലെയുള്ള ഫ്രണ്ട്സുമായിട്ട് അവർ ചാറ്റ് ചെയ്യുന്നില്ല. അവർക്ക് ഈ വികാരങ്ങൾ, ഫോണിൽ കൂടെ വികാരങ്ങളൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ. ചിലപ്പോൾ നമ്മളെ അമ്മമാരുടെ ഒരു സാമീപ്യം തന്നെ ആ സമയത്ത് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ്റെ സ്നേഹം. പെൺകുട്ടികൾക്ക് അച്ഛന്മാരോട് കൂടുതൽ സ്നേഹമായിരിക്കും. അങ്ങനെ അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ആൺകുട്ടികൾ പലപ്പോഴും കയറുന്നത് അവർ രാത്രി സമയം എന്ത് സ്പെൻഡ് ചെയ്യുന്നു. പഠിക്കാൻ പോകുന്നവർ പറയുന്നത് ഒരു ഗ്രൂപ്പ് സ്റ്റഡി, ഏറ്റവും അപകടം പിടിച്ചൊരു സാധനമാണ് ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞ് ഇവരെല്ലാം പുറത്തു പോകുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ത് ഗ്രൂപ്പ് സ്റ്റഡിയുടെ ആവശ്യമൊന്നുമില്ല. അല്ലേ നമ്മുടെ കൺട്രോളിലായിരിക്കണം. അല്ലെ ഏതെങ്കിലും വീട്ടിൽ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നെങ്കിൽ ആ റൂമിൽ നമ്മുടെ ആക്സസ് ഉണ്ടായിരിക്കണം. നമ്മൾ കഥ തുറന്നിട്ടോ അല്ലെങ്കിൽ രാത്രി അവർ പഠിച്ചോട്ടെ, ഓക്കെ, ഗ്രൂപ്പ് സ്റ്റഡി ആയിക്കോട്ടെ. ആ ഗ്രൂപ്പ് സ്റ്റഡിയിൽ കൃത്യമായ നമ്മുടെ ഫോളോ അപ്പ്, നമ്മുടെ കണ്ണ് അതിനകത്തുണ്ടായിരിക്കണം. കാരണം ഇവർ നല്ല രീതിയിൽ നമ്മളെ പറ്റിക്കും. അത് നമുക്കറിയാൻ പറ്റത്തില്ല. ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് അത് പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കേസുകളും ശ്രദ്ധിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒരു ബാക്കപ്പ് വേണം. ഒരു നോർമൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളല്ല ഇവർ ചെയ്യുന്നത്. ഞങ്ങൾക്കിപ്പോൾ റീസെൻ്റായിട്ടൊരു കേസ് ഇവിടെ ചക്കവള്ളി, ഞാൻ ജോയിൻ ചെയ്ത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാളെ നമുക്ക് കിട്ടാനുണ്ട്. ഒരു പരിക്കേൽപ്പിച്ച് അയാളുടെ പുറകെയായിരുന്നു 1 മാസത്തോളം. ഇതുവരെ അയാളെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതും അങ്ങനെ ആ പ്രതിയുടെ ലുക്കൗട്ടൊക്കെ ഞങ്ങൾ ഇറക്കി. അതും അങ്ങനൊരു രീതിയാണ്. അത് ഭക്ഷണം വേണ്ട, വെള്ളം കുടിച്ച് മാത്രം നിൽക്കും. ഏത് തണുപ്പത്തും കാട്ടിലായാലും കയറിയിരിക്കും. അങ്ങനെ ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു നോർമൽ ഒരു മനുഷ്യൻ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? രാത്രി 2 മണിക്ക് ഏതെങ്കിലും കാട്ടിലായാലും കയറി പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡായി കഴിയും, ഒരു മൈൻഡ് സെറ്റ് മാറിക്കഴിയുകയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കൂടുതൽ ഞാൻ ഇത് പോകുന്നില്ല.